ഹലോ മൊമെന്റ്സ് ഓഫ് ലിസൺ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസമൊക്കെ ആയല്ലോ. കർക്കിടക മാസത്തിൽ നമ്മൾ മെയിൻ ആണല്ലോ ശിവപൂതി വെക്കുന്നത്. അപ്പൊ ശിവപൂതിക്ക് നമ്മൾ എന്തൊക്കെയാ വെക്കാറ്? ദശപുഷ്പങ്ങൾ. ദശപുഷ്പങ്ങൾ 10 അപ്പൊ ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണോ അതിന്റെ പേരെന്തൊക്കെയാണോ ഒക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പൊ തുടങ്ങിയല്ലേ. ഇതാണ് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഇതാണ് 10 ദശപുഷ്പങ്ങൾ. ഇത് ഞങ്ങൾ പറിച്ചുകൊണ്ടുവന്നതാണ്. അമ്മയ്ക്ക് ഇവിടെ നിർബന്ധം, എന്റെ വീട്ടിലെ അമ്മയ്ക്ക് നിർബന്ധമാണ് 10 വെക്കുന്നത്. 10 മിനിമം പോയ ഒരു 9, 7 അമ്മ വെക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും. അപ്പൊ ഇത് അമ്മ അവിടുന്ന് പറിച്ചോളാം, അത് നിങ്ങളെങ്കിലും ഒരു പരിചയപ്പെടുത്താന്ന് പറഞ്ഞപ്പോൾ അമ്മ ഞങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തായിട്ടും അതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പരിചയപ്പെട്ടാൽ, ഞാൻ മുറ്റത്തുനിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. മുറ്റത്ത് സൗണ്ട് ആയിട്ട് പറയണമൊന്നുമില്ല, കയറ്റത്തിലാണ് ഞങ്ങളുടെ വീട്. അപ്പൊ വണ്ടികൾ ഇങ്ങനെ പോയിട്ടൊന്നും പറയുന്നത് കേൾക്കുന്നില്ല, അതാണ് പിന്നെ ഞാൻ റൂമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ ഇതാണ് ഫസ്റ്റ്, ഇതാണ് കറുകപ്പുല്ല് എന്ന് പറയും. നമ്മൾ ബലിയിടാനൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, ആണ് കറുകപ്പുല്ല്. ഇത് കൃഷ്ണകാന്തി, കൃഷ്ണകടാന്തി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അമ്മയൊക്കെ കൃഷ്ണകടാന്തി എന്നാണ് പറയുന്നത്. നിങ്ങളത് വേറെ എന്തെങ്കിലാണോ പറയുന്നത് എന്ന് കമന്റ് ചെയ്യുന്നുണ്ടോ? കൃഷ്ണകടാന്തി. ഇത് നിലപ്പന, കൗമ്പയിന്റെ വരുന്ന നിലപ്പന. ഇത് മുയൽച്ചേരി, ഇത് പൂവാങ്കുറുന്നൻ, വയലറ്റ് പൂവൊക്കെയുള്ള പൂവാങ്കുറുന്നനാണിത്. ഇത് കഞ്ഞിനി, എന്താ ഡ്രിങ്കരാറ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് നീരൊക്കെ നമ്മൾ മുടിക്കൊക്കെ നീരാക്കുന്നതിനൊക്കെ നല്ലതാണ്. മുക്കുറ്റി, ഈ മുക്കുറ്റി അരച്ചനാണ്ട് ചില ഭാഗത്തേക്കൊക്കെ കർക്കിടക മാസത്തിൽ മുക്കുറ്റി അരച്ചനാണ്ട് നമ്മൾ നെറ്റിയിൽ ചന്ദനം തൊടുന്ന മാതിരി തൊടാറുണ്ട്. അതാണ് മുക്കുറ്റി. മുക്കുറ്റിയുടെ പൂവ് തലയിൽ ചൂടും കർക്കിടക മാസത്തിൽ, ഇതൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. ഒഴിഞ്ഞ, ഒരു വള്ളി പോലത്തെ ഒരു അങ്ങനത്തെ വള്ളി പോലത്തതാണ്, വള്ളി പോലത്തത് ഇതാണ് ഒഴിഞ്ഞ. ഇതൊക്കെയാണ് നമ്മളെ 10 ദശപുഷ്പങ്ങള്. അപ്പോൾ ഈ ദശപുഷ്പങ്ങൾ എല്ലാം കൂടി അരച്ച് പിഴിഞ്ഞ് നമ്മൾ കർക്കിടക കഞ്ഞി വെക്കില്ല, അങ്ങനെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നതും നല്ലതാണ്. കർക്കിടക മാസത്തിൽ എല്ലതും കൂടി മിക്സിയിൽ ടച്ച് അത് അരച്ച് പിഴിഞ്ഞതിന് ശേഷം കഞ്ഞിയിൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെ കർക്കിടക മാസത്തിൽ കുടിക്കാറുണ്ട്. എൻ്റെ ചേച്ചിയുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ദശപുഷ്പങ്ങൾ. അപ്പോൾ ഇതിലേക്ക് അറിയാത്തവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവർ കൂടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ.